കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീതിയെയും കുറിച്ചുള്ളതായ പാഠപുസ്തകമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് മൂന്നാമത്തെ പാഠമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഈ ആഴ്ചത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ ഡോണി ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ തലക്കെട്ട്. ഇന്ന് ലോകത്തിലുള്ളതായ മനുഷ്യർ അവർ വിശ്വസിക്കുന്നതായ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച് അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് സമ്പത്തും സമയവും ശക്തിയും എല്ലാം ഉപയോഗിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായ കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. എന്നാൽ ദൈവത്തെ എപ്രകാരമാണ് പ്രീതിപ്പെടുത്തുന്നത് എന്നും ദൈവം നമ്മുടെ എന്തിലാണ് പ്രീതിപ്പെടുന്നത് എന്നും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് മനപ്പാഠവാക്യമായി ഈ ആഴ്ച തന്നിരിക്കുന്നത് സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്നാണ്. നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ഫസ്റ്റ് ദൈവത്തെ പ്രീതിപ്പെടുത്തുക, ദൈവം എങ്ങനെയാണ് നമ്മൾ പ്രീതിപ്പെടുന്നത് എന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം എല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്ന ധൂർത്ത് പുത്രൻ്റെ കഥ വിവരിക്കുന്നത്. ഈ ധൂർത്ത് പുത്രൻ്റെ കഥ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ മകൻ അപ്പനോട് അവകാശം ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിനകത്തൊരു വലിയ തെറ്റുണ്ട്. ആ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ അവിടുത്തെ ജീവിത പശ്ചാത്തലത്തിൻ്റെ രീതി നോക്കുവാണെങ്കിൽ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ചോദിക്കാൻ പാടില്ല. കാരണം അപ്പൻ മരിക്കണമെന്ന് ആഗ്രഹിക്കണം, മരണശേഷമേ ഇത് പോവുകയുള്ളൂ. അതുകൊണ്ട് സ്വത്ത് ചോദിക്കുക എന്ന് വെച്ചാൽ അപ്പൻ മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതൊരു വലിയ തെറ്റാണ്. ജീവൻ കൊടുത്ത അച്ഛനെ മരിക്കാൻ ആഗ്രഹിച്ചിട്ട് അപ്പൻ്റെ സ്വത്തുമായിട്ട് പോവുക എന്ന് പറയുന്നത് അത് അത്ര വലിയ പാപമാണ്, തെറ്റാണ്. സ്നേഹിക്കാനോ പൊറുക്കാനോ പറ്റാത്ത ഒരു വലിയ തെറ്റാണ്. പക്ഷേ അയാൾ അത് ചോദിച്ചു, വാങ്ങി. അപ്പൻ അതിനെ അംഗീകരിച്ചു. അപ്പന് മനസ്സിലാകും എന്താ ഇവൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം. പക്ഷെ അയാൾക്ക് ഹൃദയവേദനയുണ്ട്. അദ്ദേഹം പക്ഷേ കൊടുത്തു. ഈ മകൻ പോകുന്നു, പണം ചെലവഴിക്കുന്നു, സുഹൃത്തുക്കൾ കൂടി പണം നഷ്ടപ്പെടുന്നു, അവസാനം ദാരിദ്ര്യത്തിലേക്ക് വരുന്നു. അവസാനം നിലനിൽപ്പിന് വേണ്ടി പന്നികളുടെ കൂടെ താമസിക്കുകയും പന്നികൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയാൽ, എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയാൽ അവിടെ എനിക്കൊരു വേലക്കാരനായിട്ടെങ്കിലും സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ച് അയാൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പ ഞാൻ പിതാവിനോടും നിന്നോടും ദൈവത്തോടും പിതാവിനോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയണമെന്നൊക്കെ മനരാജ്യം കിട്ടിയാണ് പോകുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായി മകനെ കണ്ടുടനെ അപ്പൻ ഇറങ്ങി ഓടി വരികയാണ്. അയാളുടെ ഇത്ര നാളത്തെ മുഷിഞ്ഞ വസ്ത്രവും വേഷവിധാനവും അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്യമുള്ള വിയർപ്പിൻ്റെ ഗന്ധമുള്ള അതൊന്നും വകവയ്ക്കാതെ ഈ അപ്പൻ മകനെ കെട്ടിപ്പിടിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും അവൻ്റെ മകൻ്റെ പദവി തിരിച്ചു നൽകുകയും ചെയ്യുകയാണ്. എത്ര വലിയൊരു കാര്യമാണ്. അപ്പം മരിക്കണം, നീ ജീവിക്കണ്ട എന്ന് വെച്ചിട്ട് അപ്പനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയ മകനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. അവിടെ ഒരു ജ്യേഷ്ഠനുണ്ട്. ആ ജ്യേഷ്ഠൻ അസൂയപ്പെടുന്നു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നാം അത് കഥ വായിക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ അസൂയ ന്യായമാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. പക്ഷേ ആ കഥയിൽ ജ്യേഷ്ഠൻ്റെ ആ ഉപമയല്ല പറയുന്നത്, മടങ്ങി വന്നതായ ആ മകൻ്റെ കഥയാണ്. ആ മകൻ്റെ കഥയെക്കാളും ഉപരിയായി പാസ്റ്റർ ഡോണി ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഈ അപ്പനിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു മാനുഷികമായ പിതാവിന്
തൻ്റെ മകനോട് ഇത്രമാത്രം ക്ഷമിക്കുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ സ്വർഗത്തിലെ പിതാവിന് എത്രമാത്രം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. പാഠത്തിൽ ആ ഉപമയിലൂടെ പാസ്റ്റർ എന്താണ് മനസ്സിലാകും? ഈ ഉപമ കർത്താവ് പറഞ്ഞത് തെറ്റിപ്പോയ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് വിട്ടുപോയ ഒരു മനുഷ്യനെ, വിട്ടുപോയപ്പോൾ വെറുതെ വിട്ടുപോയല്ല, അപ്പനെ വേണ്ടെന്ന് വെക്കുകയും അപ്പൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തൊരു മനുഷ്യൻ, ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ അപ്പൻ അന്ന് മുതൽ ആ മകൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് ഇത് നമ്മളെ കാണിക്കുന്നത്. തെറ്റിപ്പോയ മനുഷ്യർ കർത്താവിലേക്ക് തിരിച്ചുവരവ് നോക്കിയിരിക്കുകയാണ് പിതാവായ ദൈവം. അതുകൊണ്ടാണ് പിതാവായ ദൈവം ആ തിരിച്ചുവരവിന് നമ്മളെ സഹായിക്കാൻ കർത്താവ് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് ഇതിലൂടെ പിതാവായ ദൈവത്തിന് മനുഷ്യരാശിയോടുള്ളതായ അകമഴിഞ്ഞ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ഈ നമ്മൾ പഠിക്കുന്ന മുടിയനായ പുത്രൻ എന്ന് പറയുന്ന കഥയിലെ പിതാവിലൂടെ നമ്മൾ ദൈവത്തെയാണ് കാണുന്നത്. ആ പിതാവിന് ദൈവത്തിൻ്റെ ഭാഗമാണ് ആ പിതാവിലൂടെ നമ്മൾ കാണുന്നത്. എങ്ങനെയാണോ മകനെ ദിനംതോറും കാത്തിരുന്നത്, ഈ മകൻ വരുമോ എന്ന് നിറകണ്ണോടുകൂടി വാതുക്കലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെ പോലെ സ്വർഗീയ പിതാവ് തെറ്റിപ്പോയ ഓരോ മനുഷ്യരും മാനസാന്തരപ്പെട്ട് വരുമോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനയും ആ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള കരുതലിൻ്റെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തെയൊക്കെയാണ് ഈ പിതാവിലൂടെ പ്രകടമാക്കുന്നത്. അപ്പോൾ ദൈവം നമുക്കത് മനസ്സിലാവുമ്പോൾ നമുക്ക് പിന്നെ ദൈവത്തെ വിട്ടുമാറാൻ തോന്നുകയില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഈ ഉപമ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇതുപോലെ നോക്കിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് വിട്ടുപോകാൻ പറ്റും? ഈ പുത്രൻ മനസ്സിൽ പറഞ്ഞത് പറയാൻ പോലും പിതാവ് അനുവദിച്ചില്ല. അതിനു മുൻപേ പിതാവിൻ്റെ സ്നേഹം പ്രകടമാക്കി മകൻ്റെ തെറ്റുകളെയൊക്കെ തൻ്റെ ആ വിശാലമായ ഹസ്തങ്ങൾ കൊണ്ട് മറയ്ക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും അത്രമാത്രം സ്നേഹവാനായ ഒരു പിതാവിനെ കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത അത്രമാത്രം വലുതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നമ്മുടെ മനപ്പാഠവാക്യമായിട്ട് ലഭിച്ചത് സെഫന്യാവ് 3:17 ഒപ്പം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൂർത്തപുത്രൻ്റെ കഥയുമാണ്. ഈ ധൂർത്തപുത്രൻ്റെ കഥയും സെഫന്യാവ് 3:17 പറയുന്നത് എന്താണ്? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. എത്ര വലിയ പാപാവസ്ഥയിൽ പോയാലും തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിലും രക്ഷിക്കുന്ന ഒരു വീരൻ, ഒരു മൈറ്റി വാരിയറായിട്ട് ദൈവം നമ്മളെ സംരക്ഷിക്കും. എത്ര വലിയ പാപത്തിൽ പോയാലും. ഈ ചെറുപ്പക്കാരനെ ഇമോഷണലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ ജീവൻ നഷ്ടപ്പെടാതെ പോയത്. അങ്ങനെ ഒരു തെറ്റിൻ്റെ സാഹചര്യത്തിൽ പോകുന്ന ആൾ ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കാം. പക്ഷേ അയാൾ അവിടെ സുരക്ഷിതനായിരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കാര്യമാണ്. മൈറ്റി വാരിയറായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം കൂടെയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി അവിടെ പറയുന്നത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഒരുപക്ഷെ തെറ്റ് ചെയ്ത് പിൻവാങ്ങി എത്ര വലിയ തെറ്റിപ്പോയാലും ഒരു അപ്പൻ മക്കളുടെ കുസൃതി കണ്ണുന്നത് പോലെ ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നു, നമ്മളുടെ ചിന്തകളെ ഓർത്ത്. ഈ മനുഷ്യനെ ചിന്ത ഒന്നുമില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ള ആ തീരുമാനത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഭാഗം, തൻ്റെ സ്നേഹത്താൽ അവൻ മിണ്ടാതിരിക്കുന്നു എന്നാണ്. ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ തെറ്റായ ചിന്തകളെ, നമ്മുടെ സാഹസികതകളെ, നമ്മുടെ മത്സരത്തിനെ കർത്താവ് മിണ്ടാതിരിക്കുകയാണ്. ഇവൻ എവിടെയെങ്കിലും പോകുമെന്ന് നോക്കാം, വരങ്ങി വരും, എക്സ്ട്രീം ആകുകയാണെങ്കിൽ ഞാൻ അവനെ തണുപ്പിച്ച് കൊണ്ടുവരാം. ഞാൻ അവൻ്റെ സഹിഷ്ണുത കൊണ്ട് അവൻ നമ്മളെ ഓർത്ത് മിണ്ടാതിരിക്കുന്നു, നമ്മളെ നശിപ്പിക്കാതെ നമ്മളെ കാത്തിരിക്കുന്നു. പിന്നെ പറയുന്നത്, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും എന്നാണ് പറയുന്നത്. ഈ ഘോഷത്തോടെ ആനന്ദിക്കുക എന്ന് വെച്ചാൽ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം ഒരു പാട്ട് പാടുന്നു. നമ്മളുടെ മടങ്ങിവരവ് കാണുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ചൊരു ഗാനം ആലപിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര വലിയ, കാരണം എത്രമാത്രം ആലോചിച്ചാലാണ്, എത്രമാത്രം അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചാലാണ് ഒരു പാട്ടുണ്ടാവുക, ഒരു വരി ഉണ്ടാവുക, ഒരു താളമുണ്ടാവുക. നമ്മളെക്കുറിച്ച് അത്ര
അത്രമാത്രം ഒരു പാട്ടെഴുതത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നു, ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ കരുതിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ കടന്നു വരുന്നത്, നമ്മളൊരു മരണ ശുശ്രൂഷയിൽ ചെന്ന് ഒരാൾക്ക് അനുശോചനം പറയുമ്പോൾ അവൻ എത്ര വലിയ ദുഷ്ടനായിരുന്നാലും ആ മനുഷ്യനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നതായ ഒരു കീഴ്വഴക്കം നമുക്ക് ഉണ്ട്. ദൈവം അത്തരത്തിലാണ് ഒരു മനുഷ്യനെ കാണുമ്പോൾ, അവൻ തിരിച്ചു വരുമ്പോൾ അവനെക്കുറിച്ച് നന്മ ആഗ്രഹിക്കുകയും അവനോട് ഇടപെടുകയും ചെയ്യുന്നത്. പാസ്റ്റർ ഡോണി, അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ പാഠത്തിലെ ഒരു പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഹെപ്സിബ എന്ന വാക്കിൻ്റെ അർത്ഥത്തോടു കൂടിയാണ്. എന്താണ് ഹെപ്സിബ? ആ ഹെപ്സിബ എന്ന വാക്ക് ദൈവവും നമ്മളുടേതായ ബന്ധം എങ്ങനെയാണ്? ഓക്കെ, ആ പദം സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ആനന്ദിക്കുക എന്നാണ്. ദൈവത്തിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും എന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രവൃത്തിയിലാണ് ദൈവം ആനന്ദിക്കുന്നത്, അങ്ങനെ അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ആനന്ദിക്കുന്നത് നമ്മുടെ അനുസരണത്തിലാണ് ദൈവം ആനന്ദിക്കുന്നത്. അതേ പദം നമുക്ക് യെശയ്യാപ്രവചനത്തിൽ 58-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. യെശയ്യാവ് 58:13 നമുക്കൊന്ന് വായിക്കാം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാതിൽ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനി യോഗ്യമെന്ന് പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അപ്പോൾ യഹോവ നിന്നിൽ ആനന്ദിക്കും, നിൻ്റെ പ്രവൃത്തിയിൽ യഹോവയ്ക്ക് ആനന്ദമുണ്ടായി. അപ്പോൾ അനുസരണത്തെ അവിടെ കാണിക്കുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ അത് ദൈവത്തിന് വളരെ സന്തോഷമാണ്. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ മാതാപിതാക്കൾ നോക്കുകയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം, ആനന്ദമാണ്. അപ്പോൾ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുസരണം, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ, ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനയെ നമ്മൾ അനുസരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യരെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനയെ നമ്മൾ ശിരസ വഹിക്കുമെങ്കിൽ ദൈവം നമ്മുടെ ആ തീരുമാനത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും അതിൽ സന്തോഷിക്കും. ദൈവത്തിന് അത് നമ്മളോടുള്ള വലിയ അനുഗ്രഹം തരുന്നതിനൊരു ഉറവിടം കൂടിയാക്കി മാറ്റും. ദൈവം നമ്മിൽ സന്തോഷിക്കുന്നതായ ഒരവസ്ഥയാണ് ശരിക്കും ഒരു വ്യക്തിയുടെ രക്ഷയുടെ അനുഭവം. തീർച്ചയായിട്ടും. പാസ്റ്റർ ബിനോയ്, അപ്പോസ്തലനായ പൗലോസ് നമ്മെക്കുറിച്ച് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാം നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഭാര്യമാരിൽ കൊടുക്കുക എന്നുള്ളതായ ഒരർത്ഥം. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമുക്ക് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കുവാൻ സാധിക്കും? കർത്താവ് സഭയെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ഇതൊരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കാൽവരി ക്രൂശിലെ മരണം കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം വ്യക്തിത്വങ്ങൾ, നേട്ടങ്ങൾ, അതിനേക്കാൾ ഉപരി കൂടെ ഉള്ള നമ്മളുടെ ജീവിത പങ്കാളിയെയും അതേപോലെ കരുതണം എന്നാണ് പറയുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്, അതുപോലെ നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണം. കാരണം കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വൺ ഇൻ മിഷൻ, സ്നേഹത്തിലും ദൗത്യത്തിലും അവരൊന്നായിരിക്കുന്നത് പോലെ ഇതിൻ്റെ മാതൃകയാണ് കുടുംബം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്നേഹം ഇത്തരത്തിൽ പരസ്പരം ത്യാഗപൂർണമായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം, സ്വാർത്ഥത അന്വേഷിക്കാൻ പാടില്ല, ത്യാഗമനോഭാവമുള്ളതായിരിക്കണം സ്നേഹം. ബന്ധങ്ങൾ ദൃഢമാകണമെന്നുണ്ടെങ്കിൽ, സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ യേശു എങ്ങനെയാണോ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത്, അതേപോലെ നമ്മൾ നമ്മുടെ പങ്കാളികൾക്ക് വേണ്ടി ത്യാഗമനോഭാവമുള്ള, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഉണ്ടാകണം. പാസ്റ്റർ ഡോണി, നാം ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് സഭയെ ക്രിസ്തു സ്നേഹിച്ചതിന് ഭാര്യ ഭർത്തൃ തമ്മിലുള്ളതായ സ്നേഹബന്ധത്തെയാണ് അവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്, അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏത് വിധത്തിലാണോ യഥാർത്ഥമായ സ്നേഹമുള്ളത്, കർത്താവ് അതുപോലെ സഭയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ സ്നേഹം എന്തുളവാക്കുന്നുണ്ട്? സ്നേഹത്തിൽ ത്യാഗമുണ്ട്, ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നുണ്ട്, അതിൽ അനുസരണമുണ്ട്. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ വാക്കുകൊണ്ട് വെറുതെ പറയുന്നവരല്ല, കേട്ടിട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരല്ല, അത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ പ്രവൃത്തിയാണ് എന്ത് ഉണ്ടാക്കുന്നത്? ദൈവത്തിന് പ്രസാദം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ
സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ പ്രവർത്തനമാണ് ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പോകേണ്ടി വന്നത്. ആദിയിലെ മനുഷ്യൻ്റെ ആദാമിൻ്റെ പാപമാണ് അവനെ തോട്ടത്തിന് പുറത്താക്കിയത്, അവൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അവൻ ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ദൈവം എല്ലാ ദിവസവും അവനെ കാണാൻ വരുമ്പോൾ സന്തോഷത്തോടെ കാണാൻ വരുന്നത് അതേ പ്രവൃത്തി തുടരുമായിരുന്നു ഇന്നും. പക്ഷേ അത് തുടരാതിരിക്കാനുള്ള കാരണം എന്താണ്? അനുസരണക്കേട് കാണിച്ചതാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അനുസരണത്തിൽ മനുഷ്യൻ തുടരുമ്പോഴാണ് ആ സ്നേഹത്തെ നമ്മൾ പ്രകടമാക്കുന്നത്. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധ്യമല്ല. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? ഈ വിശ്വാസം നമുക്ക് നൽകുന്നതാരാണ്? 1 പത്രോസ് 2:4-6 പറയുന്നത്, മനുഷ്യൻ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ ക്രിസ്തു. ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിൻ്റെ മൂലക്കല്ല് വളരെ പ്രധാനമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. അവർ യേശുവിനെ മിശിഹയായി കണ്ടില്ല, റിജക്റ്റ് ചെയ്തു. എന്നാൽ ക്രിസ്തുവിലാണ് സഭ പണിയപ്പെടുന്നത്. ക്രിസ്തുവാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർ അംഗീകരിച്ചില്ലെങ്കിലും ഈ ബന്ധത്തെ, ഈ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. വിശ്വാസം ക്രിസ്തുവിൻ്റെ വരമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ഈ വിശ്വാസം ഉണ്ടാകുന്നത്. നിങ്ങൾ വചനം കേൾക്കുകയും കേൾവിയാൽ അത്രേ വിശ്വാസം വർദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. അപ്പം എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളും അതുപോലെ ജീവനുള്ള കല്ല് എന്ന പോലെ ആത്മീയ യാഗമായി ക്രിസ്തു മുഖാന്തരം ആത്മീയ യാഗമർപ്പിക്കുന്ന പുരോഹിത വർഗം ആവണം എന്നാണ് പറയുന്നത്. ക്രിസ്തുവിനെ പോലെ നമ്മളും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആത്മീയ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായി മാറണം. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാവില്ല എന്ന് വാഗ്ദത്തം പറയുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോഴാണ് നമ്മളിലും വിശ്വാസം വളരുന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. പാസ്റ്റർ ഡോണി, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു, സ്വർഗത്തിൽ പോയി. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരുടെ രക്ഷയിൽ ഇപ്പോഴും നിരന്തരമായി തൽപരനും പ്രവർത്തിച്ചു കൊണ്ടുമിരിക്കുകയാണ്. അത്തരത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നു, മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്ര പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാത്താൻ പറയുന്നത് ആരും സ്വർഗത്തിൽ ഇരിക്കുവാൻ യോഗ്യനല്ല, എല്ലാവരും സാത്താൻ്റെ അടിമകളാണ്. വേറെ പറഞ്ഞാൽ സാത്താൻ നമ്മളെക്കുറിച്ച് നിരന്തരം അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ യേശുവിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്നും യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു എന്നും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് യേശു എന്താണ് പറയുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. ഒരാൾ പറയുന്നു ഇവൻ പാപിയാണ്, യേശു പറയുന്നു അവൻ പാപിയല്ല, അവൻ്റെ പാപമെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിലെ സമാഗമന കൂടാര ശുശ്രൂഷയിൽ പാപപരിഹാര ദിനത്തിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയെന്നുള്ള ഉറപ്പ് തരുന്നതിൻ്റെ ആ ഉത്സാഹം പ്രാകാരത്തിലിരിക്കുന്ന ജനത്തിന് പുരോഹിതൻ പുറത്തു വരുമ്പോൾ കിട്ടുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ അങ്ങനെ ക്ഷമിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് നമുക്ക് പ്രത്യാശ വർദ്ധിക്കുന്നത്. നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നും ദൈവം നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളതായ ആ വിശ്വാസം നമ്മളെ ബലപ്പെടുത്തുന്നത് കർത്താവ് ഇങ്ങനെ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതാണ് എന്ന് സാത്താനോടും സ്വർഗത്തിലെ ദൂതന്മാരോടും പിതാവിനോടും കൂടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്താനും അതിൽ നിലനിൽക്കാനും നമ്മളെ സഹായിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട്, നമ്മോട് നിരന്തരം ഇപ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മിൽ വരുന്നതായ ചില അവിശ്വാസ രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിന് സാധിക്കും. എപ്രകാരമാണ് ഈ അവിശ്വാസം എന്ന രോഗം കർത്താവ് നമുക്ക് വേണ്ടി സുഖപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നത് ഓർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. യേശു എനിക്ക് വേണ്ടി ത്യാഗമായി തീർന്നു. ആ ഒരു വലിയ
വലിയ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തോട് വിശ്വാസമുള്ളവരാകും, ദൈവത്തോട് ഇഷ്ടം കൂടുന്നവരാകും. ശിഷ്യന്മാർ പലപ്പോഴും രോഗികളെ സൗഖ്യമാക്കാനൊക്കെ പോയി പല സ്ഥലങ്ങളിലും, പക്ഷെ അവർക്ക് പറ്റിയില്ല. ഭൂതങ്ങളെ പുറത്താക്കാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ ദൈവം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലും അവൻ്റെ മധ്യസ്ഥതയിലും അവൻ്റെ ത്യാഗത്തിലും പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ദൈവം ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കും എന്നുള്ളതാണ്. വിശ്വാസം മാറ്റാൻ സഹായിക്കണമേ എന്ന് നമ്മൾ അവിടെ പറയാണ്. അവിടെ ഈ ഒരു മനുഷ്യൻ വന്നിട്ട് ദൈവത്തോട് പറയാണ്, എൻ്റെ മോന് സുഖമില്ല, അവനെ സൗഖ്യമാക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാം എന്ന് പറയാൻ. പക്ഷേ നീ എൻ്റെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, എന്നിൽ വിശ്വസിക്കാൻ സഹായിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കണമേ എന്നാണ്. അതാണ് സൗഖ്യം. വിശ്വാസമില്ലായ്മയ്ക്ക് സൗഖ്യമുണ്ടാകുമ്പോൾ ദൈവം നമ്മളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും. നാം മറ്റൊരു പാഠത്തിൽ ചർച്ച ചെയ്തതുപോലെ ഹോശേയാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ അവരുടെ പിന്മാറ്റങ്ങളെ സൗഖ്യമാക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം നമ്മിൽ നന്മ പ്രവർത്തിക്കുന്നത്, നമ്മിൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ നമ്മൾ എന്തെങ്കിലും ക്രിയകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് വേണ്ടി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, നമുക്ക് പാസ്റ്റർ ഡോണി, നമുക്ക് സൗജന്യമായി ലഭിച്ചതായ ഈ രക്ഷ, ഈ വിശ്വാസം, നമ്മളിലുള്ളതായ പ്രത്യാശ എങ്ങനെയാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടത്? അത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്, നമുക്ക് കർത്താവ് യേശു ക്രിസ്തു രക്ഷ നൽകിയോ എന്നത്. വേറെത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ടത് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്ത് വിശ്വസിക്കുന്നു? കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു, അപ്പോൾ നമുക്ക് രക്ഷയായി നൽകി. എന്തുകൊണ്ടത് വിശ്വസിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വാഗ്ദത്തം തന്നിരിക്കുന്നത് കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? എനിക്ക് കിട്ടിയതായ ഈ വെളിച്ചം, ഈ ദാനമായി എനിക്ക് കിട്ടിയ രക്ഷ, അത് സൗജന്യമായി ലഭിച്ചതാണ്. ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷീകരണം മറ്റുള്ളവരിലേക്ക് ഞാൻ ചെയ്യണം. എൻ്റെ ഉത്തരവാദിത്വം സുവിശേഷ വേലയാണ്. എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വം അതാണ്. ആ രക്ഷയെക്കുറിച്ച് സകല മനുഷ്യരോടും പറയുക. അതാണ് നമ്മുടെ, പ്രത്യേകിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം വരും. അപ്പോൾ ആർക്കും ഒഴിഞ്ഞിരിക്കാൻ ഒരു ഒഴികഴിവുമില്ല. നമുക്ക് രക്ഷയെക്കുറിച്ച് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരോടും പറയണം. നിന്നെയും കർത്താവ്, നിനക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്, നിന്നെയും കർത്താവ് സ്നേഹിക്കുന്നു, നിന്നെയും കർത്താവ് രക്ഷിക്കും, ആ രക്ഷയിലേക്ക് കടന്നു വാ എന്ന് പറഞ്ഞ് ആ സൗജന്യമായ രക്ഷ അവരിലേക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ഒരു വീഴ്ചയും കൂടാതെ അത് ഉത്സാഹത്തോടെ ചെയ്യാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ചർച്ച നമ്മുടെ പ്രേക്ഷകർക്ക് ദൈവത്തോടുള്ളതായ സ്നേഹം വർദ്ധിക്കുവാനും വിശ്വസ്തത വർദ്ധിപ്പിക്കുവാനും ഇവിടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പാഠം പഠിച്ചതായ ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ളതായ സദ്വർത്തമാനം ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും അങ്ങയിലുള്ളതായ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരുവോളം വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.